മുഗൾ ഭരണാധികാരി ഔറംഗസേബിന്റെ ശവകുടീരം നീക്കണമെന്നാവശ്യപ്പെട്ടുള്ള ബജ്രംഗ് ദളിന്റെ പ്രതിഷേധത്തിന് പിന്നാലെ നാഗ്പൂരിൽ സംഘർഷം. ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിന് പിന്നാലെ കർഫ്യൂ പ്രഖ്യാപിച്ചു. തുടർന്ന് സമാധാനത്തിന് നേതാക്കൾ ആഹ്വാനം ചെയ്തു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ അഭ്യൂഹങ്ങളിൽ വിശ്വസിക്കരുതെന്ന് ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു. അതേസമയം ഇരുവിഭാഗവും തമ്മിലുള്ള സംഘർഷത്തിൽ പോലീസിന് നേരെ കല്ലേറുണ്ടായി. മഹാരാഷ്ട്രയിലെ സബാജി നഗറിലുള്ള ഔറംഗസേബിന്റെ ശവകുടീരം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ ഹിന്ദു സംഘടനകൾ നാഗ്പൂരിൽ നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത്. നിരവധി വാഹനങ്ങൾക്ക് തീയിട്ടു. പോലീസ് സാഹചര്യം നിയന്ത്രിക്കുകയാണെന്നും ജനങ്ങൾ ശാന്തരായി ഇരിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. അതേസമയം ആൾക്കൂട്ടത്തെ പിരിച്ചുവിടുവാൻ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. പ്രതിഷേധക്കാരുടെ കല്ലേറിൽ 15 പോലീസുകാർ ഉൾപ്പെടെ 20 പേർക്ക് പരിക്കേറ്റു. 25 ബൈക്കുകളും 3 കാറുകളും അഗ്നിക്കിരയായി. 17 പേരെ പിടികൂടി. പ്രദേശത്ത് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. നിലവിൽ കൂടുതൽ സേനയെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. ബജ്രംഗ് ദൾ നേരത്തെ നാഗ്പൂർ ജില്ലാ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. സംഭാജി നഗറിലെ ഔറംഗസേബിന്റെ സ്മാരകം പൊളിക്കണം എന്നാവശ്യപ്പെട്ട് VHPയും ബജ്രംഗ് ദൾ സംഘടനകൾ രംഗത്ത് വന്നതിന് പിന്നാലെ സ്മാരകങ്ങളിലേക്കുള്ള വഴികളിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ച മഹാരാഷ്ട്ര സർക്കാർ സുരക്ഷ ഉറപ്പാക്കിയിരുന്നു. 24 മണിക്കൂറും നിരീക്ഷണം നടത്തുന്നുണ്ട്. തിരിച്ചറിയൽ കാർഡുള്ള സന്ദർശകർക്ക് മാത്രമാണ് പ്രവേശനം. CRPF, പോലീസ്, മറ്റു സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരുടെ വൻ സംഘം സ്ഥലത്തുണ്ട്. കളക്ടറേറ്റിന് മുന്നിൽ തിങ്കളാഴ്ച ഹിന്ദു സംഘടനകൾ പ്രതിഷേധിച്ചു. അതിനിടെ സംരക്ഷിത സ്ഥലമായി മാറിയിരിക്കുന്ന ഔറംഗസേബിന്റെ ശവകുടീരം സംരക്ഷിക്കുവാൻ സർക്കാർ ബാധ്യസ്ഥരാണെന്നും എന്നാൽ അദ്ദേഹത്തിന്റെ പൈതൃകത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ അനുവദിക്കില്ലെന്നും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പറഞ്ഞു. മുഗൾ ചക്രവർത്തിയുടെ ശവകുടീരം പൊളിക്കുവാൻ ഹിന്ദുത്വ സംഘടനകൾ ആഹ്വാനം ചെയ്യുന്നതിനിടയിലാണ് ഫട്നവിസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഔറംഗസേബിന്റെ ശവകുടീരം ഒരു പ്രഖ്യാപിത സംരക്ഷിത സ്ഥലമായി സംരക്ഷിക്കുവാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. അതിന്റെ സംരക്ഷണം ചരിത്രപരമായ ഒരു രേഖയുടെ സംരക്ഷണം മാത്രമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു.